ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വ്ളോഗാണ്. എൻ്റെ സിസ്റ്ററിൻ്റെ മാരേജ് ചെയ്തുകൊണ്ട് പോയിരിക്കുന്നത് കൊല്ലം കടയ്ക്കലാണ്. അപ്പോൾ നമ്മൾ അവരുടെ വീട്ടിലോട്ട് പോവുകയാണ്. പോകുന്ന വഴി കാരേറ്റ് ഒരു ബേക്കറിയിൽ കയറിയിട്ട് നമ്മൾ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് പോകുന്നത്. നമുക്ക് കുടിക്കാനായിട്ട് 7up വാങ്ങിച്ചായിരുന്നേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ യാത്ര പോവുകയാണ്. കൊല്ലം കടയ്ക്കൽ നമ്മൾ പോകുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു വെള്ളച്ചാട്ടമുണ്ട്, അത് കാണാനായിട്ട് പോവുകയാണ് കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത്. അപ്പോൾ അവിടെ സിസ്റ്ററിൻ്റെ അവിടെ നിന്ന് സിസ്റ്ററും അവളുടെ ഹസ്ബൻഡും അവൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട് നമുക്ക് വഴികാട്ടിയായിട്ട്. ഒരു എണ്ണപ്പനയുടെ നടുവിലൂടെയാണ് കേട്ടോ നമ്മൾ അങ്ങോട്ട് പോകുന്നത്, വെള്ളച്ചാട്ടത്തിലേക്ക്. നല്ല അടിപൊളി, നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ്, നല്ല വൈബാണ്. ഒരു അഡ്വഞ്ചർ ട്രിപ്പിനൊക്കെ പോകാൻ പറ്റിയ നല്ല ബെസ്റ്റ് സ്ഥലമാണ് കേട്ടോ. ഇത് നമ്മൾ വരുന്ന വഴിയിലുള്ള വ്യൂ ആണേ. കന്യാകയം എന്നാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേര്. കടയ്ക്കൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ടാണ്. കടയ്ക്കൽ വന്ന് തിരക്കുമ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു തരുമായിരിക്കും, അവർക്കറിയാവുന്ന സ്ഥലമാണ്. എനിക്ക് പ്രോപ്പറായിട്ട് ഇതിനെ ഇത് എവിടെയാണെന്ന് കറക്റ്റ് പറഞ്ഞു തരാൻ അറിയില്ല. അപ്പോഴും വെള്ളം നല്ല ശക്തിയായിട്ടാണ് ഒഴുകി വരുന്നത്. ഈ വെള്ളച്ചാട്ടത്തിൽ കൂടെ നമുക്ക് മുകളിൽ കയറാം, വെള്ളച്ചാട്ടത്തിന് മുകളിലേക്ക് പോകാൻ പറ്റും. ഈ പാറയിൽ ചവിട്ടി നമ്മൾ മുകളിലോട്ട് കയറിപ്പോയി. മുകളിൽ നിന്ന് ഈ വെള്ളം ഇങ്ങനെ ശക്തിയായിട്ട് വീഴുന്നതനുസരിച്ചിട്ട് ഈ പാറയിൽ നല്ല വഴുക്കലുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിച്ച് വേണം ഇറങ്ങാനായിട്ട്. പാറയിൽ ചവിട്ടി നമ്മൾ മുകളിലോട്ട് കയറും. നല്ല മുകളിൽ നിന്നുള്ള വ്യൂ നല്ല അടിപൊളിയാണ്. മുകളിൽ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലെന്ന് പറഞ്ഞാൽ കാടാണ്. നമ്മളങ്ങനെ ആ കാട്ടിലോട്ടുകൂടെ പോകാമെന്നും പറഞ്ഞാണ് കയറിയത്. കാട്ടിൽ നമ്മൾ ഒരുപാട് ഉള്ളിലോട്ട് പോകുന്നില്ല, കുറച്ച് ഉള്ളിലോട്ട് കയറിയിട്ട് നമ്മൾ തിരിച്ചിറങ്ങിയായിരുന്നു. കാടെന്ന് പറഞ്ഞാൽ നല്ല കൊടും കാടാണ്. ആ കാട് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഓർമ്മ വന്നത് അനാക്കൊണ്ട മൂവിയാട്ടോ. അതിലുള്ള സ്ഥലങ്ങളൊക്കെ അറിയാമല്ലോ, ഒഴുക്കൊന്നുമില്ലാത്ത വെള്ളം, കാട്ടിൻ്റെ നടുക്കൂടെ ഇങ്ങനെ കപ്പലിലൊക്കെ അല്ലേ അവർ പോകുന്നത്, യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതിലാണല്ലോ അനാക്കൊണ്ട കിടക്കുന്നത്. അപ്പോൾ ആ മൂവിയാണ് എനിക്ക് ഓർമ്മ വന്നത്. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് നിങ്ങൾ നോക്കാം കേട്ടോ. പിന്നെ അവിടെ കുരങ്ങന്മാരൊക്കെ ഉണ്ട്. കുട്ടി കുരങ്ങൾ ഒരു മരത്തിൽ നിന്ന് അപ്പുറത്തെ ചില്ലയിലോട്ടൊക്കെ ചാടി പോകുന്നുണ്ട്. അതൊക്കെ കണ്ട് പിന്നെ കാട്ടിൽ ഉള്ളിലോട്ട് കാട്ടുനെല്ലിക്കയുടെ മരമൊക്കെ ഉണ്ടെന്ന് അനിയൻ പറഞ്ഞായിരുന്നു. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോയില്ല, കാരണം ഉള്ളിലോട്ട് കയറിപ്പോയിട്ട് വഴി തെറ്റിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളത് ഇവിടെ എത്തിയിട്ട് തിരിച്ച് മടങ്ങി. ഈ ചെറിയ തോട്ടിൽ മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളതൊക്കെ കണ്ടിട്ട് കാലൊക്കെ കഴുകി തിരിച്ച് ഇറങ്ങി. ഒരു മണി ആയപ്പോഴത്തേക്കും കടയ്ക്കലുള്ള ഒരു ഹോട്ടലിൽ വന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ട് കയറി. നമ്മളെല്ലാവരും ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, ഫ്രൈഡ് റൈസൊക്കെയാണ് വാങ്ങിച്ചത്. എൻ്റെ മോള് നൂഡിൽസും കഴിച്ചു. എന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് യാത്രയായിട്ടോ. അപ്പോൾ ശരി.